കലിയുഗവരദനായ അയ്യപ്പന് കടലിനക്കരയും ശതകോടി ഭക്തരാണുള്ളത്. കഠിനവ്രതം നോറ്റ് കല്ലും മുള്ളും മലയും ചവിട്ടി കാനനപാതയിലൂടെ സഞ്ചരിച്ച് സ്വാമി അയ്യപ്പ ദർശന സാഫല്യം നേടുമ്പോൾ പ്രവാസികളായ ഭക്തർക്കുണ്ടാവുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാവുന്നതല്ല. ഉള്ളുരുകിയുള്ള പ്രാർത്ഥനകൾക്ക് അയ്യപ്പ സവിധം നൽകുന്ന നിർവൃതിയിൽ അലിഞ്ഞില്ലാതാവുമ്പോഴും അടുത്ത ദർശനം സമാഗതമാകും വരെ അനുഷ്ഠാനങ്ങൾ നെഞ്ചിലേറ്റിത്തന്നെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജാതി മത വർഗ വർണ്ണങ്ങൾക്കതീതമായി എല്ലാവരെയും സമന്വയിപ്പിക്കുന്ന അയ്യപ്പ ചൈതന്യത്തിന്റെ ശക്തി നാട് മുഴുവൻ പരത്തുന്ന ചാലകമായി ഇവർ അറിഞ്ഞോ അറിയാതെയോ വർത്തിക്കുന്നു. ദേശാന്തരങ്ങളിൽ ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ കീർത്തി പ്രചരിപ്പിക്കുന്ന പതാകാവാഹകരായി ഇവർ മാറുന്നു. ഓസ്ട്രേലിയയിലെ മെൽബണിൽ അയ്യപ്പ ഭക്തരുടെ ഒരു കൂട്ടായ്മയുണ്ട്. മെൽബൺ അയ്യപ്പ സേവാ സംഘം അഥവാ മാസ് എന്നറിയപ്പെടുന്ന ഈ കൂട്ടായ്മ പിറവികൊണ്ടത് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ അവിടെ ഒരു അമ്പലം പണിയാനാണ്. ഇതിനായി ഡാൻഡിനോങ്ങിൽ ഏകദേശം 10 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. കൗൺസിലിന്റെ അംഗീകാരത്തിനായി മാസ് കാത്തിരിക്കുകയാണ്. 18ാം പടിയോടുകൂടിയ ക്ഷേത്ര നിർമ്മാണത്തിന് മാസ് സജ്ജമാണ്. കൗൺസിലിന്റെ അനുമതി ലഭിച്ചാൽ മാത്രം മതി. മാസിന്റെ ക്ഷേത്രം യാഥാർത്ഥ്യമാക്കുന്നതിന് മുന്നോടിയായി മാസപൂജകളും മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് പ്രത്യേക പൂജകളും രാജാ കൈലാസം പ്രസിഡന്റും ഡോക്ടർ വിജയ് സെങ്കുട്ടവൻ സെക്രട്ടറിയുമായുള്ള ഭരണസമിതിയുടെ മേൽനോട്ടത്തിൽ നടത്താറുണ്ട്. നാളിതുവരെ ഇതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. മെൽബൺ അയ്യപ്പ സേവാ സംഘത്തിന്റെ 16ാമത് വാർഷിക അയ്യപ്പ പൂജയും അന്നദാനവും ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി പാലിച്ചുകൊണ്ട് നടന്നു. വിക്ടോറിയ കീസ്ബറോ 324 പെറി റോഡിലെ GAA ഗാലിക് പാർക്കായിരുന്നു വേദി. 2500-ൽ പരം അയ്യപ്പ ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ബ്രഹ്മശ്രീ മാധവൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ മനോജ് കൃഷ്ണൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ ഹരി നമ്പൂതിരിയും കാർമ്മികത്വം വഹിച്ചു. മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച പൂജകൾക്ക് വിരാമമായത് ഹരിവരാസനത്തോടെയായിരുന്നു. മഹാമൃത്യുഞ്ജയ ഹോമം, മഹാവിഷ്ണു പൂജ, നാഗപൂജ, ഇരുമുടി സേവ, അഗ്നികുണ്ഠ സമർപ്പണം, അയ്യപ്പസ്വാമി അഭിഷേകം, ഭഗവതി സേവ, സുബ്രഹ്മണ്യ പൂജ, ഹനുമാൻ പൂജ, ശ്രീ കറുപ്പസ്വാമി പൂജ, കറുപ്പായി അമ്മ പൂജ, അങ്ങനെ പരമ്പരാഗത ചടങ്ങുകളിലെല്ലാം ആമഗ്നരായി അയ്യപ്പ ഭക്തർ ആത്മനിർവൃതിയിൽ ആറാടി. പടിപൂജയും പേട്ടതുള്ളലും സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റി. പന്തളം രാജകുടുംബാംഗം രഞ്ജിത് വർമ്മ, മെൽബണിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ സുശീൽ കുമാർ, പാർലമെന്റ് അംഗങ്ങളായ കസാൻഡ്ര ഫെർണാണ്ടോ, ലീ ടാളാമിസ്, ഹിന്ദു കൗൺസിൽ ഓഫ് ഓസ്ട്രേലിയ പ്രസിഡന്റ് മകരന്ദ് ഭഗവത്, ഓസ്ട്രേലിയയിലെ ഹിന്ദു സ്വയം സേവക് സംഘ് പ്രസിഡന്റ് നാരായണൻ വാസുദേവൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. We have Shri Ranjit Verma, member of the Pandalam family. Dr. Sushil Kumar,
Consul General of India. Namaskaram. I feel blessed to be part of this Swami Sri Ayyappa celebration in Melbourne, and I would like to thank all the organizers here to organize this puja, which is giving a wonderful platform to our younger generation to connect to the root back in India. On this occasion, I would like to wish you all a very happy Ayyappa Puja. May Lord Ayyappa blesses us with good health and prosperity. Thank you so much. Next we have Honorable Cassandra Fernando, MP, the member of the Vault. Time really truly flies. We were here one year ago exactly, and we're here again. But this year it's bigger and it's better, and that's thanks to all the team at MASS. Can we give it out to everyone in your team? Also, your efforts to ensure the spiritual and the cultural traditions of Lord Ayyappa continue to thrive, enrich Australia's diversity and vibrant community. We are so lucky as migrants to be able to live in one of the greatest countries in the world and to be able to celebrate all different cultures and moreover religions. So we are very lucky, and thanks to organisations like MASS that I see us all as one. We get to celebrate with you. Next we have Honorable Lee Tarlamas, MP, Southeast Metropolitan Region. It's an honour for me to be here for the second year, and these opportunities to come and share these wonderful cultural experiences with our diaspora, in the Indian diaspora, are deeply meaningful and very important to me. I get an opportunity to travel around the wonderful, diverse communities within the electorate that I represent in the southeast, and see firsthand the wonderful values that underpin these communities. We are a wonderful multicultural, multi-faith society made up from people from all around the world. But I think when you get the opportunity to come to events like this, you truly realise that there are values that underpin all of our cultures and all of our faiths that unite us all. Compassion, selflessness, unity are amongst those, and coming along and seeing this today and being part of it is a really important part of our diversity and creating that social cohesion that we have. And to see so many young people here today as well is truly, truly amazing, because they are the future. It's important that they carry on the legacy, the culture, the language, the traditions, and if they're not coming to events like this, that is not possible. So to see them here today and participating in the wonderful performances are really, really important. We know that regardless of where we come from, our faith and our culture form part of our identity. But our identity is not a static thing. It is constantly evolving, and it changes with all of our experiences. And as the wider community in Australia get to experience the cultures that are on display here today, the traditions and the faith, they gain a new appreciation for it as well. So it's really important that we're opening up to all communities and bringing them, welcome in, so they can truly experience this as well. Sri Markan Bhagavat, President, Hindu Council of Australia, the Victorian chapter. Swami Sharan. I wish the Melbourne Ayyappa Seva Sangham a very good puja here, and of course best wishes for the upcoming temple. We are a very strong growing community, over 300,000 now and growing, thanks to the migration, and it has been growing rapidly after the COVID-19 pandemic finished and the doors were open. We also bring a lot of positivity in the society. As people of practicing Hindu faith, we welcome everyone else. We do not spare hatred, we welcome everybody, we embrace everybody. We are going through some difficult times now at the moment, since last about 12-18 months, but we'll get over if
This is a message for all the youngsters, especially school, colleges, universities. If you feel that you are discriminated, you are vilified because of your faith, what you are practicing, please don't hesitate to contact us and we'll talk to you. ശങ്കരൻ നമ്പൂതിരിയുടെ പ്രത്യേക ഭജന മാസിന്റെ 16ാമത് അയ്യപ്പ പൂജാ ചടങ്ങുകൾക്ക് മിഴിവേകി. സംഗീത ലഹരിയിൽ ഭക്തജനങ്ങൾ മതിമറന്നു. மாலையணிந்தவர் கோயிலை நாடிட ஒன்று சேரும் நேரம் நோன்பு ஆரம்ப நேரம். மாலையணிந்தவர் கோயிலை நாடிட ஒன்று சேரும் நேரம் நோன்பு ஆரம்ப நேரம். கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. ஜாதி பேதம் ஒன்றுமில்லை, ஏற்ற தாழ்மை ஏதுமில்லை. ஜாதி பேதம் ஒன்றுமில்லை, ஏற்ற தாழ்மை ஏதுமில்லை. மாலையிட்டு மாந்தருக்கு மனம் சுத்தமாக்கும் என்றும். மாலையிட்ட மாந்தருக்கு மனம் சுத்தமாக்கும் என்று மணிகண்டன் புகழை பாட மகிழ்ச்சிகள் கூடும் என்றும். மணிகண்டன் புகழை பாட மகிழ்ச்சிகள் கூடும். கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. மாலையணிந்தவர் கோயிலை நாடிட ஒன்று சேரும் நேரம் நோன்பு ஆரம்ப நேரம். மாலையணிந்தவர் கோயிலை நாடிட ஒன்று சேரும் நேரம் நோன்பு ஆரம்ப நேரம். கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. பேட்டை துள்ளி பாட்டு பாடி பேட்டை துள்ளி பாட்டு பாடி காடுகளும் மலையுமேறி. பேட்டை துள்ளி பாட்டு பாடி காடுகளும் மலையுமேறி. கூட்டமுடன் 18ஆம் படிகள் ஏறி. சுவாமியே கண்டு தொழுது புண்ணியம் நாடு. கூட்டமுடன் 18ஆம் படிகள் ஏறி. சுவாமியே கண்டு தொழுது புண்ணியம் நாடு. எல்லா தீமைகளும் மறந்துவிடு புனித கூடு. எல்லா தீமைகளும் மறந்துவிடு புனித கூடு. சுவாமியே ஐயப்போ, சுவாமியே ஐயப்போ.
மாலையணிந்தவர் கோயிலை நாடிட ஒன்று சேரும் நேரம் நோன்பு ஆரம்ப நேரம். மாலையணிந்தவர் கோயிலை நாடிட ஒன்று சேரும் நேரம் நோன்பு ஆரம்ப நேரம். கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. கார்த்திகை பூங்காலை விரதம் காத்திடும் திருவேளை. சுவாமியே ஐயப்போ சுவாமியே ஐயப்போ சுவாமியே ஐயப்போ சரணம் சரணம் ஐயப்போ சுவாமியே ஐயப்போ சுவாமியே ஐயப்போ சுவாமியே ஐயப்போ சரணம் சரணம் ஐயப்போ சரணம் சரணம் ஐயப்போ சரணம் சரணம் ஐயப்போ. മെൽബൺ അയ്യപ്പ സേവാ സംഘത്തിന്റെ 16ാമത് വാർഷിക അയ്യപ്പ പൂജയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും ഭക്തജനങ്ങൾ ഹൃദയത്തിലേറ്റുവാങ്ങി. महापूज्यं सर्वरक्षाकरं विभुं पार्वतीहृदयानन्दं शास्तारं प्रणमाम्यहम्. विप्रपूज्यं विश्ववन्द्यं विष्णुशम्भो प्रियं सुदं क्षिप्रप्रसादनिरतं शास्तारं प्रणमाम्यहम्. मत्तमादङ्गगमनं कारुण्यामृतपूरितं सर्वविघ्नहरं देवं शास्तारं प्रणमाम्यहम्.
विश्वमोहनं हरिदधीश्वरम् आराध्यपादुकम् हरिविमर्दनं नित्यनर्तनं हरिहरात्मजं देवमाश्रये शरणमय्यप्पा स्वामी शरणमय्यप्पा शरणमय्यप्पा स्वामी शरणमय्यप्पा शरणकीर्तनं शब्दमानसं भरणलोलुपं नर्तनालसं अरुणभासुरं भूतनायकं हरिहरात्मजं देवमाश्रये शरणमय्यप्पा स्वामी शरणमय्यप्पा शरणमय्यप्पा स्वामी शरणमय्यप्पा प्रणय सत्यका प्राणनायकं प्रणतकल्पकं सुप्रभाञ्जितं प्रणवमन्दिरं कीर्तनप्रियं हरिहरात्मजं देवमाश्रये शरणमय्यप्पा 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 स्वामी शरणमय्यप्पा പേട്ടതുള്ളലും പടിപൂജയും സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റി. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം. ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോൾ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരിമല ക്ഷേത്രത്തിൽ നിന്നും മലയിറങ്ങിയ അനുഭൂതിയിലായിരുന്നു അയ്യപ്പ ഭക്തർ. മനസ്സും ശരീരവും ഭക്തിസാന്ദ്രമാക്കിയ ഒരു ദിനരാത്രം. ആചാരാനുഷ്ഠാനങ്ങളിൽ വെള്ളം ചേർക്കുന്ന വർത്തമാനകാലത്ത് അവയുടെ ഗരിമ ഉൾക്കൊണ്ട് അതിലധിഷ്ഠിതമായി സനാതന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരത്തെപ്പറ്റി പുതുതലമുറയിലും അവബോധം വളർത്തുന്ന മെൽബൺ അയ്യപ്പസേവാ സംഘത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്. മാസിന്റെ പ്രതിമാസ അയ്യപ്പ പൂജകളിലേക്ക് എല്ലാ ഭക്തർക്കും സ്വാഗതം. അയ്യപ്പ ക്ഷേത്ര നിർമ്മാണത്തിൽ എല്ലാവരുടെയും സഹകരണവും പ്രതീക്ഷിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.